കൈയും രണ്ട് കൈയും പോക്കറ്റിലായിരുന്നു. കൂളിംഗ് ഗ്ലാസ്, മാസ്ക് എല്ലാം വെച്ചിട്ടുണ്ട്. ആര് ചോദിച്ചാലും കൈ കൊടുക്കില്ല. കൈ തന്നെ ബോംബെക്കാരന് ജാവോ എന്ന് പറയണം. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. അവന്റെ ബാപ്പയാ ദുബായിൽ നിന്ന് കാണാൻ വന്നത്. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം. റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. കോടതി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. കോടതി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. നീയൊക്കെ വള്ളി ട്രൗസർ ഇട്ട അജന്തയിൽ ആദ്യ ഭാവം കണ്ടു കിടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീൻ വിട്ടതാണ്. ഡയലോഗ് നന്നായിട്ടുണ്ട്, തൃപ്തിയായി. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. നീ ലാലേട്ടൻ സാധാരണ ഓഫീസിൽ വരുമ്പോ സാനിറ്റൈസർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് കാണിക്കാം. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? സുരേഷ് ഏട്ടൻ വന്നപ്പോ ആർഭാടമായിരുന്നു. സുരേഷ് ഏട്ടൻ ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോ എനിക്കത് വേണം, നിങ്ങളതെനിക്ക് തരണം. ഇതിപ്പോ ആരാണതാ? ഗോപി, ഇനി നന്നായിരിക്കുന്നു. ഇതിട്ടിട്ട് എല്ലാവർക്കും കൊടുത്തു. നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. റോട്ടിൽ മൊത്തം കുഴിയും ട്രാഫിക്കും ഇനി തല്ലരുത് പ്ലീസ്. ഇതിവിടെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും